ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പിന്നെ ഞാൻ വന്നിട്ടുള്ള വിഷു സ്പെഷ്യലായിട്ടുള്ള ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാഞ്ചി കോട്ടൻ്റെ ഇതേപോലെ വലിയ ബോർഡറൊക്കെ വരുന്ന ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇത് പ്രണതി സ്റ്റൈലിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, അവരുടെ പേജിൽ നമ്മൾ ദാവണി സെറ്റും കാര്യങ്ങളൊക്കെ അതേ സെയിം സംഭവം തന്നെയാണ്. അതിൽ ഞാൻ ചെയ്യുന്നത് ഈ ഒരു അനാർക്കലി ടൈപ്പ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗൗണാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഷോളും വന്നിട്ടുണ്ട്. 2.5 മീറ്റർ നമുക്ക് മതി. ദാവണി ആകുമ്പോഴേ നമുക്ക് 2.25 ആവശ്യമുള്ളൂ. ഈ ഒരു അനാർക്കലി ആകുമ്പോൾ 2.5 മതി. ഇനി നമ്മളിത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു വലിയ ബോർഡർ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് മൊത്തത്തിലേ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ബോർഡർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ലാസ്റ്റ് മാത്രമേ ബോർഡർ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കട്ട് ചെയ്യുന്ന സമയത്ത് ബോർഡർ ഇതേപോലെ മാറ്റിയെടുക്കണം. അതേപോലെ തന്നെ ഈ ചെറിയ ബോർഡും നമ്മൾ എന്ത് ചെയ്യും, 1/4 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്ത്, കാരണം അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പാണ് 1/4 ഇഞ്ച്. അപ്പോൾ ഇതേപോലെ മൊത്തത്തിൽ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ല, ഇതേപോലെ നമ്മൾ ഇതിനെ സെറ്റ് ചെയ്തെടുക്കുക. ആദ്യം ക്ലോത്തിനെ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ 4 ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ യോക്കും കാര്യങ്ങളൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, 4ആയിട്ട് മടക്കിയിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി യോക്കിൻ്റെ ലെങ്ത്ത്, പിന്നെ ഷോൾഡർ എത്രയാണ് വേണ്ടത് എന്നൊക്കെ ഉള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിതിൽ ലെങ്ത്ത് 14 കൊടുത്തിട്ടുള്ളത്. യോക്കിൻ്റെ ലെങ്ത്ത് 14 കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ വിടുത്ത് ഞാനൊരു 6 മാത്രമേ കൊടുക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കും ഫ്രണ്ടും ഒക്കെ നല്ല ഇറക്കം വരുന്ന ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഷോൾഡറിന് വീതി കൂടുതൽ എടുക്കുന്നില്ല. നോർമലി 7 എടുക്കുക, പക്ഷെ അത്രയും എടുക്കുന്നില്ല. 6 മാത്രമേ എടുക്കുന്നുള്ളൂ. 2.5 ഇഞ്ച് മാത്രമേ നെക്കിന് വിടുത്ത് ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അവരവരുടെ എന്താ പറയുക അളവിനനുസരിച്ചിട്ടുള്ള യോക്കിൻ്റെതും ആയാലും ഷോൾഡറും ഒക്കെ അവരവരുടെ അളവിനനുസരിച്ചിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ എക്സ്ട്രാ സീം അലവൻസ് അതും കൂടിയും കൊടുക്കുക. കണ്ടില്ല, ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുക. ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ അളവിനനുസരിച്ചുള്ള യോക്ക് കട്ട് ചെയ്യുക. ഓക്കെ, ഇതേപോലെ ഫ്രണ്ടും ബാക്കും ആണ് ഒന്നിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി സിബ്ബ് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് വേണേൽ ബാക്ക് ഓപ്പൺ കൊടുക്കാം. ഇപ്പം ഞാൻ സിബ്ബ് ഒന്നും വെക്കുന്നില്ല. ഇനി സിബ്ബ് വെക്കണമെന്നുണ്ടെങ്കിൽ തന്നെ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ എന്താ പറയുക സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ ഈ കൈക്കുഴീൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ആം ഹോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ചിൽ ഇങ്ങനെ ജസ്റ്റ് ഈ ഒരു ചരിച്ചിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് അകത്തോട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം അവിടെ ഒരു ചുളിവൊന്നും വീഴണ്ട എന്നുള്ളതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇതിൻ്റെ താഴ്ത്തി വെക്കാനുള്ള ക്രോസ് കട്ടിങ്ങിലുള്ള പീസാണ്. ക്ലോത്തിനെ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഈ ഒരു അറ്റത്തുനിന്ന് ഈ ഒരു അറ്റത്തേക്ക് ഇതേപോലെ ക്രോസ് ആയിട്ട് കൊടുക്കുക. മനസ്സിലായല്ലോ, ഇതേപോലെ ക്രോസ് ആയിട്ട് കൊടുക്കുക. പിന്നെ അരവണ്ണം നമ്മുടെ ഈ ഒരു ഷേപ്പിൻ്റെ അവിടുത്തെ അളവ്, നമ്മുടെ അരവണ്ണം എത്രയാണോ അത് എത്രയാണോ വരുന്നത് അത് കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു യോക്കിൻ്റെ എൻഡിൽ എത്രയാണോ കൊടുത്തിട്ടുള്ളത് അത് കൊടുക്കുക. ഞാനിവിടെ 9 കൊടുക്കുന്നത്. തയ്യൽ തുമ്പ് ഒക്കെ ചേർത്തിട്ടാണ് അളവ് കൂടെ കൊടുക്കേണ്ടത്, അല്ലാതെ കൊടുക്കരുത്. തയ്യൽ തുമ്പ് ഒക്കെ ചേർന്നിട്ട് എത്രയാണോ അളവ് വരുന്നത് നിങ്ങൾ വേണേൽ യോക്കിൻ്റെ പീസ് അവിടെ വെച്ചിട്ട് നോക്കിയിട്ടും ചെയ്താൽ മതി. ഇനി ഈ ഒരു ലെങ്ത്ത് എടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക ഫുള്ളായിട്ടുള്ള ലെങ്ത്ത് അല്ല എടുക്കേണ്ടത്. നമുക്ക് ബോർഡർ വരാനുണ്ട്, ഒരു 9 ഇഞ്ച് ബോർഡർ വരാനുണ്ട്. അപ്പോൾ ആ ഒരു ബോർഡിനെ മൈനസ് ചെയ്തിട്ട് വേണം ഈ ഒരു അളവ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇതിലൊരു 30 കൊടുത്തത്. ഓക്കെ, 30 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 9 ഇഞ്ച് ബോർഡറും കൂടി വരുമ്പോഴത്തേക്ക് എന്താവും, നല്ല ലെങ്ത്തായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എത്ര ഇഞ്ച് വരുന്ന ബോർഡറാണ് അതിനെ മൈനസ് ചെയ്തിട്ട് ഈ ഒരു ലെങ്ത്ത് എടുക്കുക. ഓക്കെ, എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ വെച്ചിട്ടാണ് എടുക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു പാച്ച് വർക്ക് കൊടുക്കേണ്ടി വരും. കാരണം നമുക്ക് അത്രയല്ലേ വീതിയുള്ളൂ ക്ലോത്ത്. ബോർഡറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അത് ഇതേപോലെ എന്ത് ചെയ്യുക, പാച്ച് വർക്കായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് അങ്ങനെ മനസ്സിലാവുക കൂടിയില്ല, ഇത്ര നീറ്റായിട്ട് കിട്ടും. ഇനി അടുത്തതെന്ന് വെച്ചാൽ സ്ലീവാണ്. ക്ലോത്തിനെ 2ആയിട്ട് മടക്കി എന്നിട്ടിങ്ങനെ 4 ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. സ്ലീവ് ഞാൻ ഫുൾ സ്ലീവാണ് എടുക്കുന്നത്. പിന്നെ ഈ ഒരു ബോർഡർ അറിയാലോ, ബോർഡർ കഴിഞ്ഞിട്ട് എത്രയാണോ വരുന്നത് അത്രയും മാത്രം നമ്മൾ ആ ഒരു പ്ലെയിനിൽ എടുത്താൽ മതി. ബോർഡർ എത്രയാണോ വരുന്നത് നോക്കുക. 9 ഇഞ്ചാണ് ഇതിൽ ബോർഡർ വരുന്നത്. 9 കഴിഞ്ഞിട്ട് ബാക്കി എത്രയാണോ വേണ്ടത്. ഞാൻ 14 എന്തിലെടുത്തിട്ടുള്ളത്, പ്ലെയിനിലെടുത്തിട്ടുള്ളത്. കാരണം ഫുൾ സ്ലീവ് എന്ന് പറയുമ്പോൾ ഒരു 23, 24 കിട്ടിക്കോട്ടെ എന്നുള്ളത് കൊണ്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. 14, 15 ആ ഒരു ലെങ്ത്തിൽ എടുക്കുന്നുണ്ട്.
ഇതേപോലെ വെച്ച് പിന്നെ എല്ലാത്തിനും എക്സ്ട്രാ തയ്യൽ തുമ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലാതെ കറക്റ്റ് എക്സാക്റ്റ് പോയിട്ട് അങ്ങനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അളവ് കൊടുക്കാൻ പാടില്ല. ഇവിടെ ഒരു അറേഞ്ച് സ്റ്റിച്ചിങ്ങിന് പോവും, മേലെ ഒരു അറേഞ്ച് സ്റ്റിച്ചിങ്ങിന് പോവും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ എത്ര വരും എന്നുള്ളത് എഴുതി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള അളവ് കിട്ടുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു 14 ഇഞ്ചിൽ, യോക്ക് നമ്മുടെ 14 14 ഇഞ്ചിൽ ഈ ഒരു ബോർഡർ, അത്യാവശ്യം നല്ല വീതിയുള്ള ബോർഡർ അല്ലേ, അത് 2 പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മളെ യോക്കിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്, സ്ലീവിൻ്റെതല്ല, സ്ലീവിൻ്റെ നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ഇത് ഇങ്ങനെ 2 പീസായിട്ട് 14 ഇഞ്ചിൽ വരുന്നത് കട്ട് ചെയ്തെടുക്കുന്നത്. 14 ഇഞ്ച് എടുത്തത് യോക്കിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതേപോലെ ഈ ഒരു ഭാഗത്ത് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുക, ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ആ ഒരു യെല്ലോ മാത്രം ഹൈഡ് ചെയ്തിട്ട് വരുന്ന പോലെ ആ സെൻറ്ററിൽ ഇതേപോലെ ഡിസൈൻ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. പിന്നെ അതിന് മുന്നേ തന്നെ ലൈനിങ്, എല്ലാ ലൈനിങ്ങും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. യോക്കിൻ്റെതായാലും താഴത്തെ ബോട്ടം ആയാലും ഒക്കെ ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കണ്ടില്ലേ, ഈ ഒരു ലൈൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ഒരു ഡിസൈന് നല്ല അതേപോലെ വരുന്ന പോലെ തന്നെ. പിന്നെ ഈ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതേപോലെ വെച്ചിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു ബോർഡർ മാത്രം ഫുള്ളായിട്ട് ആ ഒരു ഗോൾഡൻ സെറി മാത്രം വരുന്ന പോലെ നമുക്കിതാക്കിയെടുക്കാം. അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളൂ. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ ആ ഒരു പ്ലെയിൻ വരുന്നതൊക്കെ ഹൈഡ് ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ യോക്ക്, ഫ്രണ്ട് യോക്ക് ഇതിൻ്റെ മേളിൽ കറക്റ്റായിട്ട് ഇതേപോലെ വെക്കുക. എന്നിട്ട് ഈ ഒരു ഇവിടെ ആം ഹോൾ മാത്രമേ ഉള്ളൂ, ആം ഹോൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കിതിൽ കൂടുതലായിട്ട് ഇനി അളവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഓൾറെഡി നമ്മളെടുക്കുക യോക്ക് ഉണ്ട്. യോക്ക് വെച്ചിട്ട് അങ്ങ് വരച്ച് കട്ട് ചെയ്താൽ കൊടുത്താൽ മതി എന്നേ ഉള്ളൂ. ഇത് ചെയ്യാം, ഇതേപോലെ വെക്കുക. യോക്ക് ഭാഗം ആം ഹോൾ ഇതേപോലെ കട്ട് ചെയ്യുക. ഇനി അത് കഴിഞ്ഞിട്ട് നെക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിതിൽ നെക്ക് 2.5 ഇഞ്ചാണ് വിടുത്ത് കൊടുത്തിട്ടില്ല. 2.5 ഇഞ്ച് വിടുത്തിൽ ഒരു 6 ഇഞ്ച് 6.5 ഇഞ്ച് അത്രയെങ്കിലും നെക്ക് ഇറക്കം കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ അതിൽ കുറക്കണം എന്നുള്ള ആൾക്കാർ കുറക്കാം. അപ്പോൾ കുറക്കുന്നതിനനുസരിച്ചിട്ട് നെക്കിൻ്റെ വിടുത്ത് കൂട്ടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇതിൻ്റെ വീതിയും ഞാൻ 2.5 തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ താഴെ നിന്നും 2.5, മേളിൽ നിന്ന് 2.5 അങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചൊരു നല്ല റൗണ്ടായിട്ട് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 3.5 ഇഞ്ച് വിടുത്താണ് എടുക്കുന്നത്. കാരണം നമ്മൾ ക്യാൻവാസൊക്കെ വെച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് പോകുന്നുള്ളൊരു തിങ്കിങ് എപ്പോഴും വേണം, ക്യാൻവാസ് അല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് എടുത്ത് ചെയ്യുന്നത്. ഞാൻ ഫ്രീ ഹാൻഡായിട്ട് അങ്ങനെ അങ്ങ് വരച്ചെടുക്കുവാണ്. ഇതേപോലെ വരയ്ക്കാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ നോക്കി വരയ്ക്കുക. നല്ല ഒരു വൈഡായിട്ട് നെക്ക് വരുന്ന പോലെ. എന്നിട്ടിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്താവും, കുറച്ചുകൂടെ വലുതാവും. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇനി ലൈനിങ് വെച്ചു, അതിൻ്റെ മേലെ നല്ല ഫാബ്രിക് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യാം, ആദ്യം ലൈനിങ്ങും ഈ ഒരു ഇതും യോക്കും ഒന്ന് മൊത്തത്തിലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. മനസ്സിലായല്ലോ. എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടില്ലേ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നെക്ക് ഫിനിഷ് ചെയ്യുക. ഇത് മൊത്തത്തിൽ ഇങ്ങനെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അറിയാലോ വേറൊരു പീസ് വെച്ച് ചെയ്യുന്ന, അതേപോലെ ഈ സൈഡ് ഇങ്ങനെ അകത്തോട്ടേക്ക് ഇങ്ങനെ വെച്ചിട്ട് അതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, അപ്പുറത്തെ സൈഡിലും. ഇനി ഇത് നിങ്ങൾക്ക് അകത്തോട്ടേക്ക് ഇങ്ങനെ മടക്കി വെക്കണം, 1 ഇഞ്ചെങ്കിലും ഗ്യാപ്പായിട്ട് അവിടെ ആ ഒരു പ്ലെയിന് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനത് ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അത് അകത്തോട്ടേക്ക് 1 ഇഞ്ചോ 2 ഇഞ്ചോ മടക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലൈനിങ് പീസ് പോലത്തെ ഒരു ക്ലോത്ത് എടുത്തിട്ട് എന്ത് ചെയ്യാം, നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. നെക്ക് ഫിനിഷ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, എപ്പോഴും നമ്മൾ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ നീറ്റായിട്ട് ചെയ്തെടുക്കുക. ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അകത്തോട്ട് വെച്ചിട്ട് അയൺ ചെയ്യുക. കാരണം ഞാനിത് ഹെം ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ ആ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈൻ ഇങ്ങനെ പുറത്ത് കാണുമ്പോൾ ഒരു നീറ്റില്ലാത്ത പോലെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഹെം ചെയ്ത് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്ക് നെക്കിലും 2.5 ഇഞ്ച് വിടുത്ത്, പിന്നെ ഒരു 8 ഇഞ്ച് ലെങ്ത്ത്. കാരണം ബാക്ക് നല്ല റൗണ്ടായിട്ട് നല്ല ഇറക്കം വരുന്ന പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് 2.5 ഇഞ്ച് മാത്രം എടുക്കുന്നത്. മനസ്സിലായോ?
ഇറക്കം വരുന്നതിനനുസരിച്ച് ഷോൾഡറിൻ്റെ ഈ ഒരു വിരിവും നമ്മൾ കുറയ്ക്കും, അല്ലെങ്കിൽ ഇറങ്ങിപ്പോവും. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഈ ഒരു ഗ്യാപ്പ് 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. 3.5 ഇഞ്ച് ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. ഇനി നേരത്തെ വരച്ച പോലെ തന്നെ ഇവിടുന്ന് സ്റ്റാർട്ടിങ് 2.5 തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഷേപ്പ് എത്തുമ്പോൾ മാത്രം ഇങ്ങനെ കൊടുക്കുക. കണ്ടില്ലേ? ഇതേപോലെ. ഇനി ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ കട്ട് ചെയ്യുന്നത് ക്യാൻവാസ് വെച്ചിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് പോവും. അതെപ്പോഴും നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ക്യാൻവാസ് ആണെങ്കിൽ ഒന്നും പേടിക്കാനില്ല, എത്രയാണോ കട്ട് ചെയ്യുന്നത് അത്രയും കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ നമ്മൾ ബാക്ക് നെക്കും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഹെം ചെയ്യാം. അപ്പോൾ ഇതേപോലെ വെക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2 ഭാഗത്തെ ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ ചെയ്യുക. ഇതേപോലെ വെക്കുക. 2 ഭാഗത്തെ ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലീവാണ് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു ബോർഡർ ഉണ്ടല്ലോ, നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് ബോർഡർ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതേപോലെ ഈ ഒരു ഗ്യാപ്പ് കാണാത്ത പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവിടെ അങ്ങനെ മനസ്സിലാവുന്ന കൂടിയില്ല ആ ഒരു ഇത് എന്താ പറയുക നമ്മളങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ 2 പീസ് നമ്മൾ ഒന്നിച്ച് വെച്ചിട്ട് ഈ ഒരു ആം ഹോളിൻ്റെ ഒരു ഭാഗത്ത് ഓക്കെ ഫ്രണ്ട് ഭാഗം മാത്രം ഒരു 1/2 ഇഞ്ചിൽ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അറ്റം വരയ്ക്കും ചെയ്യാൻ പാടില്ല. നമ്മുടെ ഈ ആം ഹോളിൻ്റെ എൻഡ് വരുന്ന അവിടെ ചെയ്യാൻ പാടില്ല. ഞാൻ വരച്ച കാണുന്നുണ്ടോ? അപ്പോൾ അത്രയും മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തോട്ട് കുറച്ച് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇവിടെ ചുളിവ് വരാതിരിക്കാനും. മനസ്സിലായി? ഇത് ഫ്രണ്ടിൽ മാത്രമാണ്. അപ്പോൾ ഫ്രണ്ട് മാത്രം നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ 2 ഭാഗത്തും ഫിറ്റ് ചെയ്ത് കൊടുക്കുക. സ്ലീവ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് നമ്മൾ ഇതിൻ്റെ താഴത്ത് ഫിറ്റ് ചെയ്യാനുള്ള ബോട്ടം. അത് നല്ല പീസും ലൈനിങ്ങും ഒന്നിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് എടുത്തിട്ട് നമ്മൾ യോക്കിൻ്റെ ഈ ഒരു സെൻറ്ററിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇതേപോലെ ഒന്നിച്ച് വെക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 വശത്തോട്ടേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടത്തേക്കും ഇവിടത്തേക്കും. മനസ്സിലായോ? അങ്ങനെ 2 ഭാഗത്തേക്കും ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിലും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുക വേണ്ടേ. ഷേപ്പ് ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. സ്ലീവിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. കറക്റ്റായിട്ട് ഷേപ്പിൽ എടുക്കുക. എന്നിട്ട് യോക്കിൻ്റെ ഇവിടുന്ന് ഒരു 2-3 ഇഞ്ച് താഴ്ത്തിയിട്ട് ഓക്കെ 2-3 ഇഞ്ച് താഴ്ത്തിയിട്ട് ഷേപ്പ് അവസാനിപ്പിക്കുക. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുക. ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടും ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുക. ഞാനിത് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് കാണിച്ച് തരാം എങ്ങനെയാണ് ഇത് ഷേപ്പ് ചെയ്യുന്നത്. കണ്ടില്ലേ? സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുക. ഇത് നല്ല ക്ലോത്ത് സെപ്പറേറ്റും അടിയിലത്തെ ലൈനിങ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു എൻഡ് ഭാഗത്ത് ബോർഡർ ഫിറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. കണ്ടില്ലേ? ഇതേപോലെ ബോർഡർ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ വലുതായിട്ട്, ഇത് ഇത്രയും നമുക്ക് യൂസ് ആവും. അങ്ങനെ ഒരുപാടൊന്നും വേസ്റ്റ് ആയിട്ടൊന്നും പോയിട്ടില്ല. ഇത് ഇതേപോലെ എടുത്തിട്ട് അറ്റത്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നാൽ മതി. ഓക്കെ, ഫുള്ളായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. നല്ല വശത്ത് ഇതേപോലെ വയ്ക്കുക, എന്നിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ചെറിയ ബോർഡർ ഞാൻ ഷോളിലും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ കാണിക്കുന്നില്ല, മുന്നേ ഒക്കെ നമ്മൾ ചെയ്തതല്ലേ. അപ്പോൾ ഇതേപോലെ ബാക്കി വന്നത് 2.5 മീറ്റർ ഒരു ഭാഗത്തേക്കും 2.5 അങ്ങനെ 5 മീറ്റർ ആണല്ലോ നമുക്ക് ക്ലോത്ത് മൊത്തത്തിൽ. അതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല കളറും എന്താ പറയുക, ആ ഒരു ബോർഡർ ആയാലും ശരിയൊക്കെ നല്ല അടിപൊളി കളർ, നല്ല മാച്ചായിരുന്നു ഈ ഒരു കളറ്. അപ്പോൾ ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പറയുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൽ ധാവണിയൊക്കെ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്ന് ഗൗണ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അഭിപ്രായങ്ങളൊക്കെ പറയുക. ആ ഒരു വലിയ ബോർഡർ ഇങ്ങനെ താഴത്ത് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് റീൽസിൽ എങ്ങനെ ഇടാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. നമുക്ക് ഇനിയും അടിപൊളി ഡിസൈൻസ് ഒക്കെ ആയിട്ട് വരാം. പിന്നെ ഈ ഒരു ഫാബ്രിക് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് പ്രണതി സ്റ്റൈലിൽ നിന്നാണ്. അവരുടെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇൻസ്റ്റാ ത്രൂ നമുക്ക് ഓർഡർ ചെയ്യാം. അവരുടെ വെബ്സൈറ്റും ഉണ്ട്, ഒരുപാട് കളക്ഷൻസും ഉണ്ട്, ധാവണിയും ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലോത്തായിട്ടും കിട്ടും, അതെല്ലാം സ്റ്റിച്ചഡ് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.